ഹലോ ഹായ് വെൽക്കം ബാക്ക്. എന്നത്തെയും പോലെ തന്നെ ഇന്നും ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ ഞാനിതാ രാവിലത്തെ ഈ ഒരു മഞ്ഞും കിളികളെ സൗണ്ടും എല്ലാം ഇങ്ങനെ ഒന്ന് ആസ്വദിച്ചിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ ആസ്വദിച്ചിട്ട് നിൽക്കാൻ നേരെ നമ്മൾ ഡ്യൂട്ടിയിലോട്ടൊക്കെല്ലാം കിടക്കണം. ഒരു 6:15 കേട്ടോ ഞാൻ കിച്ചണിലോട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഇതാ എന്നത്തെയും പോലെ തന്നെ ഇതാ ജനലെല്ലാം ഒന്ന് തുറന്നിടുന്നതാണ്. പിന്നെ മോദിക്ക് കേക്ക് വെച്ച കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എടുത്ത് വെക്കാൻ. അപ്പം അതും ഇതിൻ്റെ കൂട്ടത്തിൽ വേവൊന്ന് എടുത്തെല്ലാം വെക്കണം. പിന്നെ ഇതാ ഉപ്പാക്കുള്ള ചായയും കൂടി വെക്കലാണ് കേട്ടോ. ഉപ്പ പണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കലാണ്. അപ്പോൾ ഉപ്പാക്കുള്ള ചായയും കൂടി ഒന്ന് വെച്ചെടുക്കലാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും സൗണ്ടെല്ലാം കേൾക്കാം കേട്ടോ. മോന് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഓനിങ്ങനെ കളിക്കുന്നതാണ് കേട്ടോ. വണ്ടിയിലെല്ലാം കളിക്കുന്നതിൻ്റെ സൗണ്ടെല്ലാം ഇങ്ങനെ ചിലപ്പോൾ കേൾക്കും കേട്ടോ. എന്ന് ഓന് ഉറങ്ങുമ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കൽ. പക്ഷെ ഇന്ന് ഓൻ എണീച്ചിട്ടുണ്ട് കേട്ടോ. അതിനെക്കൊണ്ട് ചിലപ്പോൾ സൗണ്ടെല്ലാം കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഉപ്പാക്കുള്ള ചായ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഫുഡെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ എനിക്ക് ചെയ്ത് തീർക്കാനുള്ള കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, ഇപ്പോൾ ഇനി നോമ്പെല്ലാം വരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കെല്ലാം ഉണ്ടാവുമല്ലോ ഒരു നനച്ചുകുളി, വീടെല്ലാം ഒന്ന് ഫുള്ളായിട്ട് വൃത്തിയാക്കൽ. എത്ര വൃത്തിയുള്ള വീടാണെങ്കിലും നോമ്പിൻ്റെ വൃത്തിയാക്കൽ അത് വേറെ തന്നെ ഒരു ഫീലല്ലേ. അപ്പോൾ ഞാനിതാ ഇന്ന് ഇത് കർട്ടനിലും ഒന്ന് തിരുമ്പാന്ന് കേട്ടോ കരുതുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എടുത്ത് തീർക്കലാണ് കേട്ടോ. ഒറ്റയടിക്ക് എല്ലാം കൂടി എടുക്കാൻ കഴിയില്ല. അതിനെക്കൊണ്ട് ഓരോ ദിവസം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എടുത്ത് തീർക്കും കേട്ടോ. ഒറ്റയടിക്ക് നമ്മൾ എല്ലാ പണി എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ടയേർഡാവും. അതിനെക്കൊണ്ട് ഇങ്ങനെ കുറച്ചെല്ലാം പണി ഇങ്ങനെ എടുത്ത് ഒരുക്കി വെക്കലാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ ഉള്ള ഒരു കർട്ടന് ഞാൻ എത്ര കളിച്ചിട്ട് എനിക്കത് അയക്കാനേ പറ്റുന്നില്ല. ആ ഒരു സ്ക്രൂ ഭയങ്കര ടൈറ്റായിട്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതവിടെ വെച്ച് ഉപ്പ് വരട്ടുന്നിട്ട് ഉപ്പ് വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. പിന്നെ അതാ ഈ ഒരു റൂമിൻ്റെ കർട്ടനും കൂടി ഇന്ന് അലക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ജനലിൻ്റെ കർട്ടനാണ് ഇങ്ങനെ അലക്കുന്നത്. അങ്ങനെ കുറച്ച് പണിയെല്ലാം ഇങ്ങനെ എടുത്ത് തീർക്കോട്ടോ. പക്ഷേ ഫുള്ളായിട്ട് ഇങ്ങനെ വീഡിയോയിൽ കിട്ടുന്നില്ല എന്നേ ഉള്ളേ. ഇന്ന് 2 ജനലിൻ്റെ ആണെങ്കിൽ നാളെ 2 ജനലിൻ്റെ അങ്ങനെയാണ് കേട്ടോ ഞാൻ അലക്കൽ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു അലക്കാനെടുത്തിട്ടുള്ള കർട്ടനെല്ലാം അലക്കാൻ കൊണ്ടുപോയിട്ട് മെഷീനിലിടലാണ് കേട്ടോ. നമ്മൾ നാസ്റ്റിലാക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു കാര്യമാണ് കേട്ടോ ഫസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇത് ഇവിടെ കടന്നിട്ട് ഇങ്ങനെ കറങ്ങട്ട്, മെഷീനിൽ കടന്നിട്ട് ഇങ്ങനെ കറങ്ങട്ട്. അപ്പോഴത്തേക്കും ഞാനിതാ നാസ്റ്റക്കുള്ള കറിയെല്ലാം ഒന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നാസ്റ്റക്കും ഉച്ചക്കും ഒരേ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് മീൻ കറിയെല്ലാം ഉണ്ട്. അതിനെക്കൊണ്ട് ഇപ്പം നാസ്റ്റക്കും ഉച്ചക്കത്തെ ചോറിനുള്ള ഒരേ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെട്ടുകുരുല്ലേ, ബീൻസിൻ്റെ കുരുവാന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ്. ഈ ഒരു ഭാഗത്ത് ഇത് കിട്ടുമെന്നും അറിയില്ല. എന്താ പറയുക, നമ്മൾ ഈ ഒരു വയനാട് സൈഡിൽ കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിത് ഫസ്റ്റ് ടൈം കാണുന്നതിന് എന്നെ കല്യാണം കഴിച്ചിട്ട് കൊടുവിലോട്ട് പോകുമ്പം ആടുന്നാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഉമ്മാൻ്റെ എല്ലാം കഴിഞ്ഞ ആഴ്ച വന്നപ്പം അവരോട് പറഞ്ഞപ്പോൾ ഒരു കൊണ്ടു നിൽക്കേനു. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ കറി. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ ഒരു കുരു ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ മോനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. ഓന് ചോദിച്ച് വാങ്ങുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ. കുരുകറി താ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇനി ഇത് ഞാൻ എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കുന്നതാണ്. എന്നിട്ടിത് കഴുകിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബീൻസില്ലേ, അതും ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിൽ കട്ടാക്കി എടുത്തിട്ടുള്ളതാണ്, നീളത്തിലുള്ള ഷേപ്പിൽ കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിക്കില്ല, അപ്പോൾ ഉള്ള ക്യാരറ്റ് ഇട്ടതാണ്. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു ചെറിയൊരു കഷ്ണം ഉള്ളിയും കൂടി ഒന്ന് മുറിച്ചിട്ടിടുന്നുണ്ട്. തക്കാളിയും പച്ചമുളകൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക. ഇനി ഇതിലേക്കുള്ള മസാല എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇല്ലേ, ഇതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് വറുക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചൂട് തട്ടിയാൽ മതി കേട്ടോ. അപ്പം ഒന്ന് അങ്ങനെ ചൂട് തട്ടിയിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതിൽ എക്സ്ട്രാ നമ്മളെ ഇതില്ലേ
സാമ്പാർ പൗഡർ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുകിൽ വേറൊരു പൗഡറാണ് ചേർക്കൽ, വേറൊരു സാമ്പാർ പൗഡറാണ് കേട്ടോ ചേർക്കൽ. എന്നിട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. നമ്മൾ സാധാരണ സാമ്പാർ പൊടി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. എന്താ ടേസ്റ്റ് ആണെന്ന് അറിയില്ല. ഇതിൽ ചേർക്കുന്ന സാമ്പാർ പൗഡർ വേറെയാണ് കേട്ടോ, അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലുള്ള നമ്മളെ ആ ഒരു കുരുല്ലേ, ബീൻസ് ചെട്ടിൻ്റെ കുരു, അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് 2 വിസിൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തോളും. 2 വിസിൽ അടുപ്പിക്കുക. ഇനി കറിയെല്ലാം ആകുമ്പോഴത്തേക്കും ഞാനിതാ ഉപ്പേരിയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ സാധാരണ ക്യാബേജ് ഇല്ലേ, അതാണ് കേട്ടോ. അപ്പം അത് ഓൾറെഡി കട്ടാക്കി വെച്ചത് ഫ്രിഡ്ജിലുണ്ടേനു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തേങ്ങയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയിലും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാനേ ഉണ്ടായിക്കുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ ക്യാബേജ് ഉപ്പേരി വെക്കുമല്ലോ, അതേപോലെ ഒന്ന് കുക്ക് ചെയ്യാനേ ഉണ്ടായിക്കുള്ളൂ. ലാസ്റ്റെല്ലാം ഉണ്ടാക്കാനൊന്നും ആയിക്കില്ല കേട്ടോ ടൈം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കരുതുന്ന ഇങ്ങനത്തെ പരിപാടിയെല്ലാം എടുത്ത് വെക്കാൻ കരുതിയിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇനി ഈ ഉപ്പേരി ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ആവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അലക്കാനിട്ടുള്ള കർട്ടനെല്ലാം റെഡി ആയിക്കഴിഞ്ഞു കേട്ടോ. അപ്പം അതെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒന്ന് ഒലിമ്പിയെടുക്കലും ചെയ്തിരിക്കുന്നു. ഇനി ഇത് മുകളിൽ കൊണ്ടുപോയിട്ട് ഒന്ന് വിരിച്ചിടണം കേട്ടോ, ആറിടണം. അപ്പം ഈ ഉപ്പേരിയും കറിയെല്ലാം ആവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം അലക്കിയത് കൊണ്ടുപോയിട്ട് മേലെ ആറിടലാണ് കേട്ടോ. അങ്ങനെ വെയിലൊന്നും വന്നിട്ടില്ല, വെയിലെല്ലാം വരാനാവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും അലക്കലെല്ലാം ഒന്ന് തീർത്ത് വെച്ചതാണ് കേട്ടോ. ഇനി കുറേ പരിപാടികളെല്ലാം ഉണ്ട് ചെയ്യാൻ. അപ്പം അലക്കൽ ഒരു ഭാഗത്ത് തീർന്നാൽ അത്രയും സമാധാനമാവില്ല ചെയ്തിട്ട് അലക്കി ആറിടലാണ്. ഇന്ന് ഇത് മാത്രമാണ് കേട്ടോ അലക്കിയിട്ടുള്ളൂ, വേറെ ഒന്നും അലക്കിയിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഉച്ചയെല്ലാം ആകുമ്പോഴത്തേക്കും പണിയെല്ലാം തീരണം. ഉച്ച കഴിഞ്ഞാൽ പിന്നെ പണി ഉണ്ടെങ്കിൽ ഞാൻ എടുക്കൂല കേട്ടോ. ആ ഒരു ക്യാരക്ടറാണ് എൻ്റേത്. എനിക്ക് ഉച്ച ആകുമ്പോഴത്തേക്കും പണിയെല്ലാം തീരണം. ഉച്ച ആകുമ്പോഴത്തേക്കും തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഞാൻ പണിയെടുക്കൂല. എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഉച്ച കഴിഞ്ഞാൽ പണിയെടുക്കാനായിട്ടോ. ഇനിയിപ്പോൾ കറിയെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. 2 വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫാക്കിക്കേനു കേട്ടോ. അപ്പം അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഉപ്പേരി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കറിയിലേക്ക് നമുക്ക് തേങ്ങയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ തേങ്ങ അരച്ചെടുത്തിരിക്കേനു, അതും കൂടി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങേൻ്റെ കൂടെ ജീരകം അങ്ങനെയൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ, വെറും തേങ്ങ മാത്രം ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ കറി കുറച്ച് തിക്കായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇനി കറിയെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ദോശക്കുള്ള മാവൊന്ന് അരച്ചെടുത്തേക്കേനു. അത് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. സാധാരണ നമ്മൾ നീര് ദോശയല്ലേ, ആ ഒരു ദോശക്കുള്ള മാവാണ് കേട്ടോ ഇത്. ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഉപ്പേരിയെല്ലാം ഒന്ന് റെഡി ആക്കിനു. അപ്പം അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ദോശ ചുടണം. ദോശേൻ്റെ കല്ല് വെച്ചിട്ടുണ്ട്. അതേ സെയിം ഞാനിതാ കറി ഒന്ന് തൂമിക്കും കൂടി ചെയ്യുന്നതാണ് കേട്ടോ. ഇത് എങ്ങനെ തൂമിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ തൂമിക്കല്ലോ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് പിന്നെ നമ്മളെ വറ്റൽ മുളകില്ലേ അതും കറിവേപ്പിൻ്റെ ഇലയിൽ ഇട്ടിട്ട് നമ്മൾ ഇതാക്കുമല്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ തൂമിച്ചെടുക്കുന്നത്. ഇനി തൂമിച്ച എണ്ണ ഞാനിതാ ഈ കറിയിലോട്ടേക്ക് ഒഴിച്ചെടുക്കുന്നതാണ്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ടൈം നമ്മളെ നീർദോശൻ്റെ ദോശക്കല്ല് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതാ കുറച്ച് ചുറ്റിങ്ങനെ എപ്പോഴും ഞാൻ കാണിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് എണ്ണയെല്ലാം പുരട്ടിയിട്ട് ദോശ ചുട്ടിട്ട് എടുക്കലാണ് കേട്ടോ. നീർദോശയ്ക്ക് ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്.
ഇങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മോൻ എണീച്ചിരിക്കുന്നു. അപ്പം ഓനൊന്ന് ഫ്രഷിലാക്കി എടുത്തിരിക്കുന്നു കേട്ടോ. പല്ല് തേക്കലും എല്ലാം ഒന്ന് ചെയ്തിരിക്കുന്നു. പിന്നെ ഓനക്ക് കുറച്ച് ചായ എല്ലാം കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് ദോശ ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ റിപ്പീറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ് ദോശ. ഏത് കൈ? ആ ഇത് കുരുക്കറിയാ ആണോ? അമ്പൊന്നും വെച്ചില്ല. എന്ത് താമേ? എൻ്റെ ഫോണ് പൊട്ടിക്കാനാ? അപ്പോൾ ഇനി എനിക്ക് ആരെ ഫോൺ വാങ്ങി തരുവാ? ശരി, പൊട്ടിക്കോ? ഗുഡ് ബോയ്. അങ്ങനെ ഇതാ രാവിലത്തെ നാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നേരെ ഉള്ളതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ലാണ് കേട്ടോ. പാത്രമൊന്നും കഴിക്കില്ല. അതിൻ്റെ മുന്നേ ഞാൻ കിട്ടുന്ന ബാക്കിയുള്ള ഏരിയയെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇടാൻ കരുതിയിട്ട് അങ്ങനെ വന്നിട്ടില്ലാണ് കേട്ടോ. പിന്നെ ഈ ഒരു റൂമിൻ്റെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റണേനു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് വേറെ ബെഡ്ഷീറ്റ് ഒന്ന് കറക്റ്റ് വിരിച്ചിടെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ആക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അതെല്ലാം ഇങ്ങനെ മുന്നത്തെ വീഡിയോയിലെല്ലാം കാണിക്കുന്നത് കൊണ്ട് അങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഫുൾ ഏരിയ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് നേരെ കിച്ചണിലോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം കുക്കറിലുള്ള കറി ഇതാ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിക്കണം. പിന്നെ ഈ ഒരു കറി ഒന്ന് തിളപ്പിച്ചെക്കണം കേട്ടോ. കാരണം ഇനി ഉച്ചക്കല്ലേ നമ്മൾ എടുക്കുക. അപ്പം അപ്പോഴത്തേക്കും കേടാവണ്ട എഴുതിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കലാണ്. പിന്നെ കുക്കറിൽ അങ്ങനെ കറിയൊന്നും എനിക്ക് വെക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. വെച്ചിട്ട് ആ സ്പോട്ടിൽ തന്നെ ഞാനത് ഒഴിവാക്കും കേട്ടോ. വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റും. ഇനിയിപ്പം കറിയെല്ലാം ആടുന്ന് തിളച്ചിട്ട് ഇതെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിയും വെള്ളം കേട്ടോ. എനിക്ക് ഭയങ്കര മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു കേട്ടോ, ഹെയർ ഫാൾസ് ഉണ്ട്. അപ്പം ഞാൻ കരുതി കുറച്ച് ദിവസം കഞ്ഞിയും വെള്ളം ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് തലേ ദിവസത്തെ കഞ്ഞിയും വെള്ളമാണ് കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിരിക്കേന്. ഇനിയിപ്പോൾ അതിതാ ഒരു കപ്പിലോട്ടൊക്കെ ഒഴിച്ചിട്ട് മാറ്റി വെക്കലാണ് കേട്ടോ. ഇനി ഇതാ നമ്മൾ കറിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കറി ഒന്ന് ഇവിടുന്ന് ഇറക്കി വെക്കലാണ് കേട്ടോ. എന്നിട്ട് കുറേ പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടേന്, കൗണ്ടർ ടോപ്പ് കിടക്കുന്നുണ്ടേന്. അപ്പം അതെല്ലാം പെറുക്കിയിട്ട് ഇതാ സിങ്ക് കൊണ്ടിട്ട് കഴുകാനിടലാണ്. ഇനി ഇതാ പാത്രമെല്ലാം ഒന്ന് കഴുകിയിട്ടെടുക്കലാണ്. ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ ഹാളും റൂംസെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിക്കേനു, അടിച്ചേരിയിട്ട് തന്നെ ഇട്ടിക്കേനു കേട്ടോ. കിച്ചണിൽ പിന്നെയാണ് കേട്ടോ കിച്ചൺ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ പാത്രമെല്ലാം ഒന്ന് വേഗം തന്നെ ഒന്ന് കഴുകിയിട്ടെടുക്കലാണ്. പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. ഇതാ ഈ ഒരു ഗ്യാസ് വെച്ച ഏരിയ എല്ലാം കാണുന്നില്ലേ, അപ്പം അതെല്ലാം ഒന്ന് വേഗം പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ്. ഫസ്റ്റ് തന്നെ ഇങ്ങനെ പാത്രമെല്ലാം ഒന്ന് കഴുകി വെച്ചതും കൊണ്ട് രണ്ട് സൈഡിലെ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വരുമ്പോഴത്തേക്കും ഇത് വെള്ളമെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പം പാത്രം അപ്പോൾ തന്നെ വേഗം ഒന്ന് എടുത്തിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പും ഒന്ന് ക്ലീൻ ആക്കിയിട്ടിടലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുക്കളയൊന്ന് അടിച്ചു തരാനുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ഒന്ന് തുടക്കാനുണ്ട് കേട്ടോ. സിറ്റ് ഔട്ട് ഞാൻ നേരത്തെ തുടച്ചിക്കേനു, വേഗം തുടച്ചിക്കേനു കേട്ടോ. അതിനെക്കൊണ്ട് സിറ്റ് ഔട്ട് തുടക്കാനില്ലേനു. അപ്പോൾ ഇതാ ഇനി ഫുള്ളായിട്ടൊന്ന് തുടച്ചിട്ടെടുക്കട്ടെ. പിന്നെ ഇന്ന് സ്റ്റെയറും കൂടി തുടക്കേണ്ട ഒരു ദിവസേനു കേട്ടോ. അപ്പം സ്റ്റെയറും എല്ലാം ഒന്ന് ഫുള്ളായിട്ടൊന്ന് തുടച്ചിട്ടെടുക്കലാണ് കേട്ടോ. തുടക്കലും കൂടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ ചോറ് വെക്കണം. ചോറ് വെക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അപ്പം അത് ആ ഒരു ടൈമിലേ വെക്കുള്ളൂ കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയെല്ലാം റെഡി ആയതുകൊണ്ട് പിന്നെ ഇനി ചോറ് മാത്രമേ വെക്കേണ്ടുള്ളൂ. അപ്പം അത് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ വെക്കൽ. ഇനി ഇതാ തുടക്കലും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം കേട്ടോ എൻ്റെ ഓരോ ദിവസം ഇങ്ങനെ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾ
ഒന്ന് ലൈക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് ഇങ്ങനെ കൂടുതൽ പേരിലേക്ക് ഈ ഒരു വീഡിയോ പോകുന്നത്. അതിനെക്കൊണ്ട് മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ.